നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ പോലും കാണാനാവാതെ ബ്രസീൽ പുറത്താവുകയായിരുന്നു. അതിനുശേഷം ഒരുപാട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. മാത്രമല്ല, ബ്രസീലിൻ്റെ അണ്ടർ 17 ടീം വേൾഡ് കപ്പിൽ അർജന്റീനയോട് തോറ്റുകൊണ്ട് പുറത്തായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒളിമ്പിക്സിന് പോലും ഇപ്പോൾ ബ്രസീലിന് യോഗ്യത നേടാൻ കഴിയാതെ പോയിരിക്കുന്നത്. അർജന്റീനയോട് പരാജയപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീലിന് ഒളിമ്പിക്സ് യോഗ്യത നഷ്ടമായിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും കഠിനമായ ദിവസങ്ങളിലൂടെയാണ് ബ്രസീലിൻ്റെ ദേശീയ ടീം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ ഡയറക്ടറായ സെസാർ ലൂയിസ് മെനോട്ടി സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിൻ്റെ ഫുട്ബോൾ കൾച്ചർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുമ്പ് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഇതിഹാസം കൂടിയാണ് മെനോട്ടി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിൻ്റെ മാനേജ്മെൻറ്റ് ഇപ്പോൾ ബിസിനസ്സിനാണ് മുൻഗണനകൾ നൽകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബ്രസീലിൻ്റെ ഈ ഒരു അവസ്ഥ എനിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നുണ്ട്. കാരണം ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഏറ്റവും മികച്ച സമയത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 1970കളിലായിരുന്നു അത്. നിലവിൽ ബ്രസീലിൻ്റെ ഫുട്ബോൾ കൾച്ചർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കത് നഷ്ടമായി കൊണ്ടിരിക്കുന്നു. അവരിപ്പോൾ മറ്റൊരു ലോകത്താണ് ഉള്ളത്. ചില സമയത്ത് നമുക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം മോശമായി കളിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് യാതൊരുവിധ ഐഡിയകളും ഇല്ലാതെ കളിക്കുന്നത്? ഇതൊന്നും ചില സമയത്ത് നമുക്ക് തന്നെ പിടുത്തം കിട്ടില്ല. അത്തരമൊരു അവസ്ഥയിലൂടെയാണ് ബ്രസീൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മെനോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നെല്ലാം കരകയറൽ അത്യാവശ്യമായ ഒരു സമയം കൂടിയാണിത്. വരുന്ന മാർച്ച് മാസത്തിൽ ഇംഗ്ലണ്ട്, സ്പെയിൻ എന്നിവർക്കെതിരെ സൗഹൃദ മത്സരങ്ങൾ ബ്രസീലിൻ്റെ ദേശീയ ടീം കളിക്കുന്നുണ്ട്. അതിനുശേഷം കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലാണ് നമുക്ക് ബ്രസീലിനെ കാണാൻ സാധിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.